ഗുഡ് മോർണിംഗ് എവരിബഡി. ആദ്യം തന്നെ ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. ദൃശ്യം 3 ഡയറക്റ്റഡ് ബൈ ജിത്തു ജോസഫ്, റിട്ടൺ ബൈ ജിത്തു ജോസഫ്. സിനിമാറ്റോഗ്രഫി സതീഷ് കുറുപ്പ്, എഡിറ്റഡ് ബൈ VS വിനായകൻ, മ്യൂസിക് ബൈ അനിൽ ജോൺസൺ. അഭിനയിച്ചിരിക്കുന്നവരൊക്കെ ഒരുമാതിരിപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. മോഹൻലാൽ, മീന, അൻസിബ, എസ്തർ, ആശാ ശരത്ത്, സിദ്ദീഖ്, മുരളി ഗോപി, വീണ നന്ദകുമാർ, അങ്ങനെ ഒരു വലിയ മുരളി ഗോപിയുണ്ട്. ദൃശ്യം 1 വാസ് എ മാസ്റ്റർ പീസ് ഇൻ മൈ ഒപ്പീനിയൻ. ദൃശ്യം 2 ഇറങ്ങാൻ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു കൗതുകം ഉണ്ടായിരുന്നു. ലൈക്ക് ദർ ഇസ് ദൃശ്യം 1 കൊണ്ട് നിർത്തുന്ന എവിടെന്നെങ്കിലൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും എന്താണ് ദൃശ്യം 2-ൻ്റെ ഒരു ഇത്. അത് തന്നെയായിരുന്നു സിനിമ തൊട്ടോളം. അതിലൊരു വളരെ ഗംഭീര പ്ലോട്ട് ട്വിസ്റ്റും സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് എ റിയലി ഗുഡ് മൂവി. 1ഉം 2ഉം. 1 ഇസ് ഡെഫിനറ്റ്ലി ദ ക്ലാസിക്, 2 ഇസ് ഓൾസോ ഗുഡ്. ഈ പടം എന്തിനായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ ചോദ്യം. 2 കൊണ്ട് നിർത്തിയത് വളരെ നന്നായിട്ടാണ്. ഒരു ക്ലോഷർ തന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇതെന്തായത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇതൊരു 4-ാം ഭാഗം 5-ാം ഭാഗമൊക്കെ എന്തിന്? പടം ഒരു മോശപ്പടം എന്നൊന്നും അല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു നമുക്ക് ആ ദൃശ്യം ഫ്രാഞ്ചൈസിയുടെ അടുത്തുള്ള ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഒരു ആ ഫാമിലിയിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളും പ്ലോട്ട് ട്വിസ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ എന്താ പറയുക, ഓക്കെ എന്നല്ലാതെ എനിക്ക് ഭയാനകമായിട്ടുള്ള ഒരു പടം കണ്ട ഒരു സാധനമൊന്നുമില്ല. ഇപ്പം ഡയറക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അങ്ങനത്തെ എക്സ്പെക്റ്റേഷനിൽ പോകരുത്. ദൃശ്യം 1ഉം 2ഉം എടുത്ത മനുഷ്യൻ അത് പറയരുത്. വി ഡു എക്സ്പെക്ട് സംതിങ് ഔട്ട് ഓഫ് ദ വേൾഡ്. അല്ലെങ്കിൽ ഞാൻ പറയും ഫസ്റ്റും സെക്കൻഡും അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഓഫ് ഒബ്വിയസ്ലി ഇവിടെ വരുമ്പോൾ ഒന്നുമില്ല. എന്തിനോ വേണ്ടി ഉണ്ടാക്കിയ കുറേ പ്ലോട്ട് ട്വിസ്റ്റുകളും എന്താ പുള്ളി ഇവർ മരിക്കുന്നത് വരെ ഇവരെ ഇത് അവരെ ഹണ്ട് ചെയ്ത് നടക്കാൻ പോവുകയാണോ? ക്ലൈമാക്സ് ഏകദേശം എനിക്ക് ഇതിൻ്റെ തേർഡെന്ന് എപ്പോഴും എനിക്ക് തോന്നിയാണ്. പക്ഷേ കൊണ്ട് വേറൊരു സാധനം നിർത്തുന്നുണ്ട്. എന്തിനാണ് പടത്തിൽ? പിന്നെ ഡയലോഗ്സിൻ്റെ നാടകീയത അത് ഈ 1ഉം 2ഉം കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ഇതിൽ വളരെ എവിഡൻ്റ് ആയിട്ട്, ബിക്കോസ് നമുക്ക് ഹൈ മൂമെൻറ്റ്സ് ഇല്ല ഈ പടത്തിൽ. വളരെ ഫ്ലാറ്റായിട്ട് പോകുന്ന ഒരു ത്രില്ലർ സിനിമയാണ്. ബട്ട് ഇറ്റ് ടോക്സ് അബൌട്ട് മെൻ്റൽ ഹെൽത്ത് ആൻഡ് എവറിത്തിങ്, ഫാമിലി. അതാണ് പറഞ്ഞത്. ഇത് പക്ക ഒരു പക്ക പുള്ളിയുടെ ഫാമിലിക്ക് വേണ്ടി പുള്ളി ഏതറ്റം വരെ പോവും എന്ന് പറയുന്ന സാധനം, ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. ബട്ട് ഇറ്റ് വാസ് ഓക്കെ. ആൻഡ് ഞാൻ പറയില്ല, എനിക്ക് ആ ഫസ്റ്റും സെക്കൻഡ് ഇനി അതിൻ്റെ ഫ്രാഞ്ചൈസിയിൽ ഇത് വെക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. പേഴ്സണലി ഐ എം വെരി സാഡ് മാൻ. എന്നാൽ ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആയിട്ട് ദൃശ്യം 3 നമ്മളെയൊക്കെ വേറെ ഞാൻ ഇതിൽ എക്സ്പെക്റ്റേഷൻ വരും. ഇത് ദൃശ്യമാണ്, ദൃശ്യത്തിൻ്റെ പാർട്ട് 3 ആണ്. വോട്ട് യു എക്സ്പെക്റ്റ്? ഒരു പക്ഷേ അമിതമായ എക്സ്പെക്റ്റേഷൻ കൊണ്ടായിരിക്കാം. എന്തോ എനിക്ക് വളരെ ഫ്ലാറ്റായിട്ടുള്ള ഒരു പടം കാണുന്ന ഒരു എക്സ്പീരിയൻസാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഐ എം വെരി സാഡ്. ഞാൻ ഭയങ്കര ഹൈപ്പായിട്ട് വന്ന് ഒരു രക്ഷയില്ലാത്തൊരു പടം കണ്ടു എന്നുള്ള ഒരു സാധനം പറയും എന്ന് പറഞ്ഞ് വീഡിയോ ഒക്കെ അങ്ങനെയൊക്കെ ചിന്തിച്ചാണ്. പക്ഷേ ലാലേട്ടൻ വാസ് അമേസിങ്. ഞാൻ ഈ സിനിമയിൽ ഇത്രയും നാടകീയമായിട്ടുള്ള ഡയലോഗ് പറയുന്നിടത്തും ഹീ വാസ് ജസ്റ്റ് സോ ഗുഡ്. പുള്ളിയുടെ എക്സ്പ്രഷൻസ് ആയിക്കോട്ടെ, പുള്ളിയുടെ മാനറിസംസ് ആയിക്കോട്ടെ, പുള്ളിയുടെ ആ ഹാർഡ്ഷിപ്പും പുള്ളി അനുഭവിക്കുന്ന ആ ഒരു സ്ട്രെസ്സും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള തോട്ട്, അതൊക്കെ ഭയങ്കര രസമായിട്ടാണ് പുള്ളിക്ക് വളരെ കൺവിൻസിങ് ആയിട്ടാണ് ഈ പടത്തിൽ ചെയ്തിരിക്കുന്നത്. അതിലൊന്നും
ഒരു കാര്യവും ഞാൻ ഇവിടെ പറയുന്നില്ല. ഇറ്റ് വാസ് ദി ബെസ്റ്റ്. ബട്ട് ദ സ്ക്രീൻ പ്ലേ വാസ് വെരി വെരി മിഡ്. ആൻഡ് സ്ട്രിക്ട്ലി എൻ്റെ അഭിപ്രായമാണ്. എല്ലാവർക്കും അവരേതായ അഭിപ്രായമുണ്ട്. ഈ ലോകത്ത് ഇന്നേ വരെ എല്ലാവരെയും പ്രീതിപ്പെടുത്തുന്ന ഒരു സിനിമ ഇറങ്ങിയിട്ടില്ല, ഭക്ഷണം ഇറങ്ങിയിട്ടില്ല, നോവൽ ഇറങ്ങിയിട്ടില്ല, കോമിക് ബുക്ക് ഇറങ്ങിയിട്ടില്ല, ഒന്നും ഇറങ്ങിയിട്ടില്ല. എല്ലാവർക്കും അവരേതായ ആസ്വാദന ഇതുണ്ട്, ഇൻഡിവിജ്വാലിറ്റി. സോ എനിക്കിഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്കും അത് ഇഷ്ടപ്പെടാതിരിക്കുകയൊന്നുമില്ല. ദൃശ്യമാണ്, ലാലേട്ടൻ്റെ പടമാണ്, എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. എന്നിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്തുക. ഞാൻ എനിക്കൊരു വളരെ ഓക്കെ ആയിട്ട് തോന്നിയ ഒരു ഫിലിമാണ്. ഇതിൻ്റെ പ്ലോട്ട് ട്വിസ്റ്റുകളും കാര്യങ്ങളൊന്നും എന്നെ അങ്ങനെ ഹൈ ആക്കുകയോ അല്ലെങ്കിൽ കൺവിൻസ് ആക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. മേ ബി ഇറ്റ്സ് മൈ പ്രോബ്ലം ആയിരിക്കാം. എനിക്കിഷ്ടം എൻ്റെ ഒരു അമിതമായ എക്സ്പെക്റ്റേഷൻ ഇതൊക്കെ ആയിരിക്കാം. എനിവേസ്, നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ ഡെഫിനറ്റ്ലി രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകുന്നു.